എല്ലാവർക്കും നമസ്കാരം. കൊൽക്കത്ത കേസ് അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ആദ്യം ഇവരെന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 8 നടന്ന സംഭവമാണ്, 8 നൈറ്റിന്. സോ അതിനുശേഷം സഞ്ജയ് റോയി എന്ന് പറഞ്ഞ സിവിക് വോളണ്ടിയറിനെ പിടിച്ചിട്ട് എല്ലാ കേസും അയാളുടെ മോളിയിട്ട് അവർ ഒരു ചെറിയൊരു എന്താ പറയുക ഡ്രാമ കളിച്ചു നെക്സ്റ്റ് ഡേ. പിന്നെ അതിനുശേഷം ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് ഇതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കിയത് ഒരു ഗ്യാങ് റേപ്പ് പ്ലസ് മർഡർ നടന്ന സംഭവമാണ്. അതുമല്ല, നെക്സ്റ്റ് ഡേ പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് രാത്രി 1000ഓളം ഗുണ്ടകളാണ് അന്ന് ആ തെരുവിലിറങ്ങി ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അടിക്കുകയും അവരുടെ ശരിക്കും നമ്മൾ ഈ പറയുന്ന അന്ന് രാവിലെ സെമിനാർ ഹാളിൽ ഉറങ്ങാൻ പോയ കുട്ടി പിറ്റേന്ന് മരിച്ചു കിടക്കുന്നത് കാണുന്നതിൻ്റെ ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത് വേറൊരു റൂമിൽ വെച്ചിട്ടായിരുന്നു ശരിക്കും ഇവരെ കൊല്ലുന്നത് എന്നാണ് ശരിക്കും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ റൂം തലേ ദിവസത്തെ ഗുണ്ടകൾ വന്നിട്ട് ഫുള്ള് അടിച്ച് നശിപ്പിക്കുന്നു. ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. ആ വീഡിയോയിൽ കറക്റ്റ് അവർ പറയുന്നുണ്ട് സെമിനാർ ഹാളിൽ ചെല്ലാൻ പടയുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോയി സെമിനാർ ഹാളിലേക്ക് പോയി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന രീതിയിൽ. സോ അതാണ് ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവർ ഇപ്പം എന്താ സംഭവിക്കുക പറയുന്നത്, നമ്മൾ ഈ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ കുറേപാട് അലിഗേഷൻസ് ഉണ്ട്. അതിപ്പം എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. അതിപ്പം കമ്മീഷൻ ആയാലും സ്റ്റുഡൻസിനെ തോപ്പിക്കുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചുള്ള അലിഗേഷൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും ഈ ചെയ്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഈ ഇരുട്ടത്തിരിക്കുകയാണ്. ഇപ്പം മീഡിയ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പളിനെ മാത്രം കേന്ദ്രീകരിച്ച് ഇവർക്ക് ഒരാളെ കിട്ടിയാൽ മതിയല്ലോ, മീഡിയാസിന് ഏതെങ്കിലും ഒരു ആളെ കിട്ടിയാൽ മതി. അതാണ് ശരിക്കും നടക്കുന്നത്. ഈ പ്രിൻസിപ്പളിന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സെക്കൻഡറി ആണ്. പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ സഞ്ജയ് റോയിനെ അവരെ പിടിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ഷൻ വഴി അല്ലെങ്കിൽ രാവിലത്തെ ഒരു CCTV വിഷ്വൽസ് വെച്ചിട്ടാണ്. അതേ CCTV വിഷ്വൽസ് നോക്കിയാൽ തന്നെ മനസ്സിലാവത്തില്ല അന്ന് ആരൊക്കെയാണ് ഒരു ഗ്യാങ് ആയിട്ട് ഒരു സസ്പീഷ്യസ് ആയിട്ട് അതുവഴി പോയത് അല്ല അതുവഴി തിരിച്ച് വന്ന ആൾക്കാർ. 3 മണിക്ക് ശേഷം അറൗണ്ട് ആ ടൈമാണ് മരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ 2 to 5 അല്ലെങ്കിൽ 6 o'clock വരെയുള്ള CCTV ചെക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഓഗസ്റ്റ് 22 വൈകുന്നേരം. ഇത്രയും ദിവസമായിട്ട് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. ഈവൻ CBI വന്നിട്ടും ഇപ്പോൾ നമ്മൾ വിചാരിക്കും CBI വന്നു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ നമ്മൾ CBI വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. CBI എന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റേറ്റിനൊക്കെ തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊൽക്കത്ത ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ സെൻട്രലിൽ ഭരിക്കുന്ന BJP ഭരണം മോഡിജിയുടെ ഭരണമാണെങ്കിലും ഇവർ രണ്ടുപേരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഒന്നും പറയാത്തതിനെതിരെ. സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒപ്പോസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ ഏറ്റവും ബദ്ധശത്രുവായ BJP പോലും ഒന്നും മിണ്ടാതിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റെൻറ്റിൽ യാതൊരുള്ള പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അവർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു പൊടിക്കൈ എന്ന രീതിയിൽ ആൾക്കാരുടെ കണ്ണിലൊരു പൊടിയിടുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ എന്തോ ഒരു കാര്യം ചെയ്യുന്നതൊക്കെയുണ്ട്. ഇതിൻ്റെ വേറൊരു കാര്യങ്ങളുണ്ട് സത്യാവസ്ഥ. TMCയുടെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റുഡൻറ് യൂണിയൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റുഡൻറ് ഫെഡറേഷൻ കണക്കുള്ള സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ SFI ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെറിയ ഈ കുട്ടികളുടെ സംഘടന എന്ന രീതിയിൽ. അതേ കണക്ക് അവിടുത്തെ സംഘടന ഈ പ്രൊട്ടസ്റ്റിനെതിരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സാണ് ശരിക്കും ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും ഡോക്ടറിനെതിരെ നിൽക്കുന്നത്. ഒരുപാട് തെളിവുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അവനെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. ഈ കേസും 2001 ഇതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ സൗമിത ബിസ്വാസ് എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഇത് കണക്ക് കൊലപ്പെടുത്തി. അങ്ങനെ അവരെ വീട്ടുകാർ ഇത് ചോദ്യം ചെയ്ത സമയത്ത് ഇതിനെ സൂയിസൈഡായിട്ടാണ് ആദ്യം അവർ കാണുന്നത് ഈ കേസ് കണക്ക്. പക്ഷേ അവരുടെ കുടുംബക്കാരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അവസാനം CBI വരുന്നു. CBI വന്നിട്ടും ഇതിനെ പറ്റിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അൺസോൾവ്ഡ് കേസാണ്. ഇപ്പോൾ അവരുടെ കുടുംബം ഇതിനെ ഓപ്പൺ ആക്കാൻ വേണ്ടി എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നു എന്നൊക്കെയാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. ഈ കേസിൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർ രാത്രി മരിച്ച് കിടക്കുകയാണ് ഒറ്റയ്ക്ക്. ഈ നമുക്കറിയാം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു PGസിലാണെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ PGs ഒക്കെ ഓൺ കോൾ ഡ്യൂട്ടീസ് ആയിരിക്കും. മെയിൻലി തേർഡ് ഇയർ ഓൺ കോളും സെക്കൻഡ് ഇയർ ഡ്യൂട്ടി ആയിരിക്കും. പക്ഷേ
അത്ര വലിയ ഇത് വേണ്ട, അവർക്ക് അവർ വിശ്രമിക്കാം. ഫസ്റ്റ് ഇയർ ആയിരിക്കും മെയിനായിട്ട് ഡ്യൂട്ടി കിടക്കുന്നത്, പിന്നെ ഇന്റേൺസും കാണും. അപ്പോൾ ഇത്രയും പേരുള്ള ഒരിടത്ത് ഈ കുട്ടിക്ക് ഇത്രയും വലിയ ദാരുണമായ സംഭവം സംഭവിച്ചിട്ട് ഇവരാരും അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വലിയൊരു നമുക്കറിയത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം ഇവർ ഇതിനകത്ത് ഒരു സൗണ്ടും കേട്ടില്ലേ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ പിറ്റേന്ന് തൊട്ടടുത്ത ഈ സെമിനാർ ഹാളോട് ബന്ധപ്പെട്ട റൂം റിനോവേറ്റ് ചെയ്ത് ഫുള്ള് പൊളിച്ച് അത് വേറെ ആക്കി എടുത്തു. അപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന ട്രേസ് എവിഡൻസ് കിട്ടും, ഫിംഗർ പ്രിന്റ്സ് കിട്ടും, അങ്ങനത്തെ ഒരുപാട് എവിഡൻസ് കിട്ടേണ്ടതാണ്. പക്ഷെ അതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് നമ്മുടെ അവസ്ഥ. ഏതൊരു കോമൺ മാൻ്റെ ഇന്നത്തെ അവസ്ഥ. പവറും അധികാരവും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് കണക്ക് തന്നെയാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തന്നെ. ഈ പ്രൊട്ടസ്റ്റിനെ ശരിക്കും എടുത്ത് ഈ നിലയിൽ എത്തിച്ചത് ഡോക്ടേഴ്സാണ്. അത് കേരളം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ മുതൽ നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയുള്ള എല്ലാ ഗവൺമെൻറ്റും പ്രൈവറ്റും അല്ലെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഡൽഹി എയിംസ് അവരുടെ ഈ OPD ഒക്കെ നിർത്തിയാണ് അന്ന് ചെയ്തത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമരം അവർക്ക് കണ്ടിന്യൂസ് സ്ട്രൈക്കായിരുന്നു. പക്ഷേ ഇന്ന് അവരത് കോൾ ഓഫ് ചെയ്തു. അവർ കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഓരോന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി. അവസാനം കൊൽക്കത്തയിലെ ആ ഡോക്ടേഴ്സ്, അവരോട് ബന്ധപ്പെട്ട കുറച്ച് ഡോക്ടേഴ്സ് മാത്രം സ്ട്രൈക്ക് ചെയ്യും. അവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും സ്ട്രൈക്ക് വരുന്ന സമയത്ത് അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അവരും നിരും. അങ്ങനെ എല്ലാവരും നിർത്തിക്കഴിഞ്ഞാൽ ഈ കേസ് എവിടെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 കേസ് കണക്ക് അൺസോൾവ്ഡ് എന്ന പേരിൽ ഇതും കിടക്കും. പിന്നെ എന്തൊരു വുമൺ സേഫ്റ്റി, എന്തൊരു വർക്ക് പ്രഷർ, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന വയലൻസ് അഗൈൻസ്റ്റ് ഡോക്ടർ, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇനി എന്തിനാണ് നമ്മൾ അത് ഒരു റേപ്പും കൂടെ നമ്മൾ വന്നിട്ട് വേണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എന്നൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്ന രീതിയിൽ ഒരു കാര്യം കൊണ്ടുവന്നു. അതിൽ ഇന്ത്യ മൊത്തക്ക് ഒരുപാട് പേരെ ഉൾപ്പെടുത്തി ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിൽ. ശരിക്കും അതല്ല നമുക്ക് വേണ്ടത്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിനും വേണ്ടി, ഇപ്പം സ്റ്റേറ്റ് ബേസ്ഡ് ആണ് ശരിക്കും ഇങ്ങനത്തെ ലോസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ഡോക്ടറിനെ അറ്റാക്ക് ചെയ്തു, വയലൻസ് വന്നു. അപ്പോൾ അവർ ആ FIR എടുക്കുന്ന അയാൾക്ക് ഉണ്ടാവുന്ന പിന്നീട് ഉണ്ടാകുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന ലോയും കാര്യങ്ങളും ശിക്ഷകളും അത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതല്ലാതെ ഇതിനൊരു സെൻട്രലൈസ്ഡ് ഒരു ലോ വന്നു കഴിഞ്ഞാൽ ഈവൻ അങ്ങ് മണിപ്പൂരിൽ പ്രശ്നം നടന്നാലും കേരളത്തിൽ പ്രശ്നം നടന്നാലും ജമ്മുവിൽ പ്രശ്നം നടന്നാലും ആരാണോ ചെയ്തത് അവർക്കെതിരെ നല്ല ശിക്ഷ കിട്ടും. അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്കെതിരെ FIR ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് നീതി ഉറപ്പാക്കാൻ പറ്റും. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഈ 36 മണിക്കൂർ 40 മണിക്കൂറൊക്കെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. അവിടുത്തെ വർക്ക് പ്ലേസിലെ വയലൻസ് ആണ്. ഇപ്പോൾ ഇന്ന് ഒരു ഡൽഹിയിലൊരു ജനറൽ മെഡിസിനിലെ ഒരു ഡോക്ടറിന് ആൾക്കാർ കയറി അടിക്കുകയൊക്കെ ചെയ്തു. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾക്ക് വയ്യാതെ വരുന്നു, അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കയറി അടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. സ്പെഷ്യലി ഈ മൂവിയിലൊക്കെ വന്നതിന് ശേഷമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവരാരെയും സഹായിക്കത്തില്ല, അവർ ക്യാഷിന് വേണ്ടി മാത്രം ഇരിക്കുന്നത് തോന്നലുണ്ട്. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മിസ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകുന്ന രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി അങ്ങനെ അല്ല ശരിക്കും സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഡൽഹിയിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർത്തോ ഡോക്ടർ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിട്ട് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് വന്ന പേഷ്യൻ്റാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടി CPR കൊടുക്കുകയാണ്. ആ CPR കൊടുത്തതിനടിച്ച് അങ്ങനെ ഒരു കേസായി കിടപ്പുണ്ട്. സോ അങ്ങനെ പല തരത്തിലാണ് ഡോക്ടേഴ്സ് ഇന്ന് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഈ പറഞ്ഞ കൊൽക്കത്ത കേസ്. അത് ഇത്രയും ബ്രൂട്ടലായിട്ട് അഭയ പാർട്ട് 2 എന്ന രീതിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ശരിക്കും ഒരു തവണ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ആ കുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ആ മരണത്തിലേക്ക് എത്തിയിരുന്നത്. ശരിക്കും നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്ത തരത്തിലുള്ള ഒരു ടോർച്ചറിങ് ആയിരുന്നു സംഭവിച്ചത്. പക്ഷേ ഏകദേശം 2 ആഴ്ചയായി ഇതുവരെ അതിനൊരു റിസൾട്ട് വന്നിട്ടില്ല. അത് വരത്തില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മളെ പാലക്കാട് ഒരു വെറ്റിനറി സ്റ്റുഡൻറ്റ് സിദ്ധാർത്ഥന് എല്ലാവരും കൂടെ ചേർന്നിട്ട് റാഗ് ചെയ്ത് സൂയിസൈഡ് ചെയ്തൊരു കേസുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ കേസ് എങ്ങും എത്താത്തത്? ആ കേസ് എങ്ങും എത്തത്തില്ല. അത് വേറൊരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശിവരഞ്ജിത്തിൻ്റെ ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, PSCയിലെ നിയമന തട്ടിപ്പ്. ആ ശിവരഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇതിൽ കയറി കാണുന്നേ. അതാണ് അതിൻ്റെ അവസ്ഥ എന്നാണ്. പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ, പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും.
അതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇപ്പം എന്തുകൊണ്ട് ഇത്രയും വലിയ തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ ശരിക്കും താഴെ ഇറക്കാൻ പറ്റുന്ന വലിയൊരു സംഭവമാണ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിനെ ടോട്ടലി ഷേക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഇതിനോട് ഒരു അക്ഷരം, മോഡിജി ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, അമിത്ഷാജി മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആരും മിണ്ടിയിട്ടില്ല. ഈവൻ നമ്മുടെ രാഹുൽ ഗാന്ധി പോലും ഇതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ഒരു ടോപ്പിക്കൊന്നും പറയുന്നില്ല. യാതൊരു വിധത്തിലുള്ള കാര്യവും ഇതിനെപ്പറ്റി മിണ്ടത്തില്ല. കാരണം അതാണ് അവസ്ഥ. സോ കൊൽക്കത്ത കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം, അത് ഒരിക്കലും നീതി കിട്ടാൻ പോകണില്ല. അതിൻ്റെ ശരിക്കും ട്രൂത്ത് പുറത്തു വരാൻ പോകണ്ട. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അതിന് എഗൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം ഇന്ന് തന്നെ സുപ്രീം കോടതി സ്വയമേ കേസ് ചെയ്തായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഇന്നൊക്കെ വരുന്നത് കപിൽ സിബിലാണ്. കപിൽ സിബിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിലെ പല കേസുകളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിണറായി വിജയൻ സഖാവിന് വേണ്ടിയൊക്കെ ഒരുപാട് കേസ് വാദിച്ചിട്ടുണ്ട്. സോ അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഹിയറിങ്ങിന് ഏകദേശം 50-60 ലക്ഷമൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പം അത്രയും വലിയൊരു എമൗണ്ടിന് ആൾക്കാരെ വെക്കാൻ കെൽപ്പുള്ളവരാണ് ഒപ്പോസിഷന് ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ വ്യാപ്തം എത്രയാണെന്ന്. അത് ജസ്റ്റ് ഒരു മർഡർ കേസോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് റേപ്പ് കേസോ അല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവിടുത്തെ പിള്ളേരൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും പുറത്തോട്ട് വരാൻ പോകുന്നില്ല. ഇതിന് മുൻപ് 2001 ഇതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നു അന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പുറത്തു വന്നില്ല. ഒരു കാര്യം മാത്രം പറയാനുള്ളത്, നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ ഒരുപാട് കാലം നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇപ്പം ഇത് മാത്രമല്ല, ഇമിഗ്രേഷൻ്റെ വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. നമ്മൾ ഈ അനധികൃതമായ കുടിയേറ്റം, ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് ഒരുപാട് പേരാണ് അനധികൃതമായിട്ട് കുടിയേറുന്നത്. സോ അവരുണ്ടാക്കുന്ന വയലൻസും ഇനി നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ. സോ ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡോക്ടറായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി എന്താ പറയുക, അതിനേക്കാളും നല്ല പട്ടാളത്തിൽ വല്ലതും പോവാം. കാരണം പട്ടാളത്തിലാണെങ്കിൽ കയ്യിലൊരു തോക്കെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കുകയെങ്കിലും ചെയ്യും. ഇതിവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ജീവൻ പോയാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ജസ്റ്റിസോ ഒന്നും കിട്ടത്തില്ല. ഈ റെസിഡൻറ്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന വെറുതെയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പം ഡൽഹി എയിംസ് നമുക്ക് കാണിച്ചു തന്നു, ആ ഒരു വലിയൊരു കാര്യം. ഭയങ്കര വിഷമമുണ്ട് ആ ഡൽഹി എയിംസ് കാണിച്ചു തരിക. കാരണം അവർ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ മറ്റ് പല കോളേജുകളും അവരും കണ്ടിന്യൂ ചെയ്തതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീഡിയോ പറയുന്ന കണക്ക് തന്നെ ഇതിൻ്റെ എന്ത് അപ്ഡേറ്റ് വന്നാലും ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. കാരണം കേരള മീഡിയ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലും ഇനി അങ്ങോട്ട് അവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമുക്കറിയാം ഈ കേസ് നടന്നിട്ട് ഏകദേശം 1.5 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് കേരളത്തിൽ ഈ ചർച്ച തന്നെ ഇതിനെക്കുറിച്ച് വരുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത്. CBI വന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ വെൽ അപ്ഡേറ്റ് ആവും, നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അവരും നമ്മളെ തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ഗവൺമെൻറ് പറയുകയാണ് എങ്കിൽ പിന്നെ ഡോക്ടേഴ്സ് രാത്രി വർക്ക് ചെയ്യേണ്ട, ഫീമെയിൽ ഡോക്ടേഴ്സ് രാത്രി വർക്ക് ചെയ്യേണ്ട, അവർക്ക് ഡേ ഡ്യൂട്ടിയും ബോയ്സ് അല്ലെങ്കിൽ ബാക്കി ആൺകുട്ടികൾ രാത്രി ജോലി കിട്ടുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ IT ഫീൽഡിലൊക്കെ ആരാ രാത്രി ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡ് നോക്കുമ്പോൾ നേഴ്സിംഗുകാരെ മൊത്തം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? അവരാരെങ്കിലും ഇടിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഉത്തരാഖണ്ഡിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയണം, ആരുണ്ട് ഇവിടെ? എത്രയോ പോലീസുകാർ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ ആർമീസിൽ വുമൺ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ എത്രയൊക്കെ ഇപ്പോൾ എയർലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പൈലറ്റായിട്ടും ക്രൂ ആയിട്ടും, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ നമ്മളെ പൊളിറ്റിക്സിലുണ്ടല്ലോ, അവർക്ക് ഡേ നൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സിന് മാത്രം നൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈക്വാലിറ്റിയുടെ വലിയ ഇഷ്യൂ വരും. അവരെന്തായാലും റൈസ് ചെയ്യാനെ പറ്റിയിട്ട് അത് മോശമല്ലേ? അങ്ങനെ അവർക്ക് നൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ രാവിലെയും വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ ഡേയും നൈറ്റും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ? ഓൺലൈനായിട്ട് വർക്ക് ചെയ്യണോ? അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് ശരിക്കും അവസ്ഥ. സോ ഞാനിത് മലയാളത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം തന്നെ വേറൊന്നുണ്ടല്ല, മലയാളം മീഡിയ ടോട്ടലി ഇതിനെ വിട്ടു. ഇപ്പം നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ നോക്കിയാലും അല്ലാതെ ന്യൂസ് ചാനൽ നോക്കിയാലും ഇതൊക്കെ വിട്ടവർ. കാരണം എല്ലാം അങ്ങനെയാണ്, എല്ലാ ന്യൂസിനും ഒരു കാലമുണ്ട്, ആ കാലത്തിൽ മാത്രമേ ഓടട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ന്യൂസിൻ്റെ കാലമാണ്. സോ ഇതാണ് അവസ്ഥ. കൊൽക്കത്ത കേസ് എങ്ങനെയും തെളിഞ്ഞു വരട്ടെ എന്ന് പ്രത്യാശിക്കാം. പക്ഷേ നടക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അത്രേ ഉള്ളൂ.